ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മിക്ക ആളുകളും ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ ബ്രേക്കപ്പ് ആയി. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നുള്ളത്. അതായത് എക്സിനെ നിങ്ങളിലേക്ക് വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെ എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങൾ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ളത്. എങ്കിൽ പോലും നമ്മൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള പല തെറ്റുകളും നമ്മൾ പ്രസന്റിൽ അതിന് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു ചെയ്തിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെ ഭൂതകാലത്തിൽ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റിന്, അതായത് അവരോട് ചെയ്തിട്ടുള്ള തെറ്റിന് നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്കൊരു മെസ്സേജ് അയക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് വഴിയൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം, വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുക. ആവശ്യമാണെങ്കിൽ ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറാവുക. അതായത് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഖേദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നീ എത്രത്തോളം അതിൽ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്, സോറി എന്നുള്ള രീതിയിൽ അവരോട് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ തെറ്റിന് അവരോട് ക്ഷമ ചോദിക്കാം. ഇപ്പം ഇതും ഞാൻ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഒരു ഫോൺ കോൾ, മെസ്സേജ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അതിലൊന്നും യാതൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഏതെങ്കിലും ഒരു ഫ്രണ്ട് വഴിയൊക്കെ നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയാനായിട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളോട് തിരിച്ച് മോശമായി പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരിട്ട് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ വഴി നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരോട് ചെയ്ത തെറ്റിന് പറ്റുമെങ്കിൽ ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അതിൽ ഖേദിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് അവരോട് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഈ രണ്ട് കാര്യങ്ങൾ, മുന്നേ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ മുന്നേ മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫ്രണ്ട് വഴിയൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നിങ്ങൾ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴത്തെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരോട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർക്ക് ഒരുപാട് വില കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഇങ്ങനെ പറയാം, ഇപ്പം നീയുമായിട്ടുള്ള സമയം എനിക്ക് അത്രത്തോളം നല്ലതായിരുന്നു, സോ ഞാനത് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരോട് പറയാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ അവർക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അനുരഞ്ജനത്തിനായി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് വീണ്ടും ഒന്നിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുക. ഇപ്പോൾ ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, മീൻസ് എനിക്കൊരു അവസരം കൂടി തന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ, മീൻസ് മുന്നത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയും, സോ അതിനൊരു അവസരം എനിക്ക് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവരുടെ മനസ്സിലൊരു സോഫ്റ്റ് കോർണർ വരും എന്നുള്ളതാണ്. നമ്മൾ മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സോറി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തന്നെ എന്തായാലും അവർക്ക് നിങ്ങളോട് ചെറിയൊരു എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അത് ചെറിയ രീതിയിൽ കുറയാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു പോയിന്റും കൂടി പറഞ്ഞു കഴിയുമ്പോൾ, അതായത് നമുക്ക് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിലെ മാറ്റം പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സോ അതിനൊരു അവസരം തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം, പലപ്പോഴും പല രീതിയിലും അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്. സോ ഒരു ബ്രേക്കപ്പ് പറഞ്ഞ് പോയതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് അവരുടെ വില മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവർ തിരികെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടും അതിന് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി.
പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ പുറകെ പോകരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയച്ച് നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് എല്ലാവരുടെ കാര്യത്തിലും പറയുന്നില്ല, എങ്കിലും ചില കേസുകളിൽ നമ്മൾ ഈ രീതിയിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പലപ്പോഴും റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളുമായിട്ട് കുറേ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. മിക്ക ആളുകൾക്കെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ്. ചിലർക്ക് വളരെ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഗൈഡൻസിലൂടെയാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഗൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കുറേ തനിയെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു, പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. സ്ക്രീനിൻ്റെ മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്